അങ്ങനെ ദേ നട്ടപ്പൊരു വെയിലത്ത് നടന്ന് എങ്ങോട്ടാ പോകുന്നതല്ലേ. ഞങ്ങൾ ദേ 3 ദിവസം അടുപ്പിച്ച് ഒരു ലോട്ടറി അടിക്കുന്ന പോലെ ലീവ് കിട്ടി. വ്യാഴം, വെള്ളി, ശനി. നോർമലി ഇവിടെ വെള്ളി ശനിയാണ് നമുക്ക് വീക്കെൻഡ് ലീവ് വരുന്നത്. പക്ഷേ ഈ ആഴ്ച വ്യാഴാഴ്ചയും കൂടെ നമുക്കിവിടെ ലീവ് കിട്ടി. അതിനോടനുബന്ധിച്ച് ഈ പ്രാവശ്യം എന്നാ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കി അടിച്ചു പൊളിച്ചു. എന്നാ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ട് ദേ ഈ കാണുന്ന ഫിഷിംഗ് ലൈനൊക്കെ എടുത്ത് നമ്മളൊരു ഫിഷിങ്ങിന് പോവാന്ന് വിചാരിച്ചു. വലിയ രീതിയിലുള്ള ഫിഷിംഗ് ഒന്നും ആർക്കും അറിയില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഫിഷിങ്ങിനായിട്ട് എല്ലാവരും തയ്യാറെടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പോകാനുള്ള ബോട്ടാണ് ഈ കാണുന്നത്, വെള്ള കളറായിട്ടുള്ള ബോട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഫിഷിംഗ് ലൈനൊക്കെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒപ്പിച്ച് അങ്ങനെ ട്രിപ്പ് പോകാനായിട്ട് എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തേക്കുവാണ്. അങ്ങനെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ബാക്കി വരാനുള്ള ആൾക്കാരും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിലേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും കയറിയിരുന്നു. അപ്പം എല്ലാവരോടും കൂടിയിട്ട് ഇങ്ങനെ ഒരു ഫിഷിംഗ് ട്രിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ. മറ്റുള്ള ഐലൻഡിലേക്ക് ട്രിപ്പുകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഫിഷിംഗ് ട്രിപ്പ് ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമുക്ക് ചൂണ്ടയിടാനുള്ള ബെയ്റ്റ് ഫിഷ് അധികം കിട്ടിയില്ല. ബെയ്റ്റ് ഫിഷ് എന്ന് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടാവും, മീനെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീനുകൾ. അത് നമുക്ക് അധികം കിട്ടിയില്ല. അതിന് പകരം കുറച്ച് മീനുകളൊക്കെ ആയിട്ട്, കുറച്ച് വലിയ മീനുകളൊക്കെ ആയിട്ട് യാത്ര തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ബോട്ടിലൊക്കെ കയറി സെറ്റായി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതാണ് കാണുന്നത്. അങ്ങനത്തെ ഈ മഞ്ഞ കളർ ടീഷർട്ട് ഇട്ട സ്റ്റുഡൻ്റാണ് നമുക്ക് ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ നല്ല വെയിലായിരുന്നു. നമ്മളെപ്പോലത്തെ നമ്മുടെ ആൾക്കാർക്ക് ഇവിടുത്തെ വെയിൽ തീരെ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ള വെയിലാണ്, നമുക്ക് പക്ഷേ തീരെ പറ്റില്ല. ഇവിടെ ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുടയൊക്കെ ചൂടി പോകാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ കാറ്റ് കാരണം പറ്റില്ല എന്ന് ഞങ്ങൾക്കും അറിയാമായിരുന്നു. പക്ഷേ ഞങ്ങളൊരു ശ്രമം നടത്താൻ വേണ്ടി നോക്കി. അങ്ങനത്തെ അതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. പാട്ട് കേട്ടാൽ നമുക്കറിയാലോ, സ്ഥിരം പോലെ തന്നെ അങ്ങനത്തെ തുള്ളാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വൈബാട്ടോ അതൊക്കെ. നമ്മൾ ജസ്റ്റ് ഒരു ഫിഷിംഗ് അത് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ നമുക്കൊരു സ്പീക്കറും നമ്മുടെ സ്റ്റുഡൻറ്റ് നമുക്ക് സ്പീക്കറൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ പാട്ടൊക്കെ ഇട്ട് നമ്മളിത് മീൻ പിടിക്കാൻ തുടങ്ങി. അപ്പം ഓരോരുത്തർക്കും ഫിഷിംഗ് ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഫിഷിംഗ് ലൈനൊക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ ആർക്കാണ് ആദ്യം ഫിഷ് കിട്ടുക എന്നൊക്കെ ഉള്ളൊരു ബെറ്റൊന്നും അല്ല, ചെറിയ രീതിയിലുള്ളൊരു കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫിഷിംഗ് ലൈൻ ഇടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളി ട്രിപ്പായിരുന്നു. സൺസെറ്റിൻ്റെ സമയമാവുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ ഒരു സമയത്ത് കാണാനൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഫിഷിംഗ് ലൈൻസൊക്കെ ഓരോരുത്തർ ഇട്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു അഡ്വഞ്ചറിന് തുനിഞ്ഞതാണ് ഈ കാണുന്നത്. ചെറിയൊരു ബോട്ട് ഓടിക്കൽ ശ്രമങ്ങളൊക്കെ നടത്തി. അങ്ങനെ ആ ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ എന്തായാലും വന്നതല്ലേ, ചെറിയൊരു അഡ്വഞ്ചറിന് തുനിഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, അതും അങ്ങനെ സാധിച്ചു കിട്ടി. അങ്ങനെ ചെറിയൊരു ആഗ്രഹം സാധിക്കുന്നതിൻ്റെ സന്തോഷവും അതിൻ്റെ കൂടെയുള്ള പാട്ടും കൂടെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല അടിച്ചു പൊളിച്ചാട്ടോ നമ്മുടെ ഈ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹരിസാറും അതിനെ തുനിഞ്ഞിരിക്കുന്നു. അങ്ങനെ സാറും ഭയങ്കര ഹാപ്പിയായി. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. ഓണത്തിന് കൂടാൻ പറ്റാത്തൊരു സങ്കടവും നാട്ടിൽ മിസ്സിങ്ങും എല്ലാം നമ്മളിതിനകത്ത് ടാലി ആക്കിയിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഓരോരുത്തർ അവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സണിത മിസ്സും അത് ട്രൈ ചെയ്ത് നോക്കി. നമ്മളിത് വീണ്ടും ഫിഷിങ്ങിലേക്കും പാട്ടിലേക്കും ഡാൻസിലേക്കൊക്കെ പോവുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോസാറിന് വണ്ടി ഓടിക്കണം. അങ്ങനെ നമ്മുടെ ജോസാറും വണ്ടി ഓടിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ വെച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും എന്നാൽ പിന്നെ ഫിഷിംഗ് ലൈൻ കൊണ്ടുവന്നതല്ലേ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ഞാനും ഇട്ട് നോക്കി. ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു പ്രത്യേക സന്തോഷം അതിനകത്തുനിന്ന് കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയായിരുന്നേ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ആ സൈഡിലിങ്ങനെ കാറ്റും കൊണ്ട് കാഴ്ചയെ കണ്ടുപോകുന്നത് പ്രത്യേക രസമായിട്ടോ. ആദ്യമായിട്ട് ഇത്രയും ഫ്രീഡത്തോടെ, ഇത്രയും പേടിയില്ലാതെയും ഇത്രയും ഫ്രീ ആയിട്ടും ഇരിക്കുന്നത്. നമ്മൾ സാധാരണ ആർട്ടിയിലും നോർമലി ബോട്ടിലൊന്നും പോകുമ്പം ഇത്രയും ഫ്രീ ആയിട്ട് ഇരിക്കാറില്ല. അപ്പം അന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടേതായ ഒരു കൊച്ചു ലോകമായിരുന്നു. അപ്പം അതിൽ മാക്സിമം എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ വീണ്ടും എല്ലാവരും ഫിഷിങ്ങിലേക്ക് ബാക്ക് ടു ഫിഷിംഗ് എന്ന നിലയ്ക്ക് എല്ലാവരും വീണ്ടും
ഫിഷിംഗ് ലൈനൊക്കെ ഇട്ട് തുടങ്ങി. അതേ കണ്ടില്ലേ, ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു സൺസെറ്റിൻ്റെ സമയം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച മീനുകളാണ് ഈ നിലത്ത് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി മിസ്സും ചൂണ്ടയിട്ട് ഉള്ള ശ്രമങ്ങളിലൊക്കെയാണ്. അങ്ങനെ അതിൻ്റെ ഓരോ സന്തോഷങ്ങളാണ് നിങ്ങൾ ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണ് നമ്മുടെ സനത മിസ്സും ഫിഷിങ്ങിൻ്റെ സന്തോഷത്തിൽ അങ്ങ് ഏർപ്പെട്ടേക്കാണ്. അങ്ങനെ കുറേ നേരത്തെ കഠിന പ്രയത്നത്തിന് ശേഷം നമ്മുടെ വലയിൽ നമ്മുടെ ഫിഷിംഗ് നെറ്റിൽ വലിയൊരു മീനെ കിട്ടി. അങ്ങനെ നമ്മുടെ നന്ദൻ സാറിനാണ് നമ്മുടെ വലിയൊരു മീനെ കിട്ടിയത്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, എല്ലാവരും കാറിപ്പൊളിച്ച്. കാരണം നമ്മൾ വലിയൊരു മീനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ പിടിക്കില്ല എന്നുള്ളൊരിതിലായിരുന്നു. കാരണം അത്ര മതിയാവും നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷത്തിനായിട്ടും നമുക്കൊന്ന് കൂടാനൊക്കെ ആയിട്ടും. പിന്നെ അത് മാത്രമേ കിട്ടിയുള്ളൂ, അത് വേറൊരു കാര്യം. അങ്ങനത്തെ വലിയൊരു മീൻ നമ്മുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ അതിനെ കെട്ടി കൈയടിയൊന്നും നിർത്തുന്നില്ല. എന്തായാലും കണ്ടില്ല, നമ്മുടെ നോളിമിസൊന്നും കൈയടിച്ച് നിർത്തുന്നില്ല. അത്ര സന്തോഷമായിട്ടോ എല്ലാവർക്കും. വലിയ മീനായിരുന്നു കേട്ടോ, ഏകദേശം ഒരു 8-9-10 കിലോൻ്റെ അടുത്ത് വരുന്ന ഒരു വലിയ മീനായിരുന്നു. നിങ്ങൾക്ക് മീനായിരുന്നു. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം വലിയ മീനായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തു, നമ്മളെവിടെയാണ് കൂടുക എന്നുള്ള ചർച്ചയിലൊക്കെ വന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് എല്ലാവരും അടുത്ത് നമുക്കെന്നാൽ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഡിന്നർ നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് അവരുടേതായ രീതിയിലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവാണ് ചെയ്തത്. നമ്മുടെ പൊതിച്ചോറായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ഞാനും നോളി മിസ്സും. അങ്ങനത്തെ എല്ലാവരും അവരുടേതായ ഫുഡുകളൊക്കെ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. ഇതിനൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഈ നാടും വീടും ഒക്കെ വിട്ടു നിൽക്കുമ്പം നമുക്ക് കിട്ടാവുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ എക്സ്പാട്രേറ്റ്സിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഭയങ്കര സഹായവും കോർഡിനേഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മളിതേ പൊതിച്ചോറും ഫുഡെല്ലാം കഴിച്ച് ഒരുപാട് ഫുഡുണ്ടായിരുന്നു, ഏതെടുക്കണം എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിതേ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു എൻജോയ്മെൻറ്റ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ശേഖർ സാർ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നൊരു ആളുടെ നമ്മുടെ കൂട്ടത്തിൽ. ആൾ എപ്പോഴും വേറൊരു ലോകത്താണ്, വേറൊരു വൈബിലാണ് ആൾ. ഒരു പ്രത്യേകതരം ആക്റ്റീവ്നെസ് ഉള്ളൊരാളാണ്. അങ്ങനെ വീണ്ടും നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മുടെ ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പം സമയം ഒരു 9-9:30 രാത്രി നമ്മൾ തിരിച്ചു പോയപ്പം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്നാൽ പോകുന്ന വഴിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വരുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ നമ്മുടെ ഫറസ്മാത്തോട്, നമ്മുടെ കൊച്ചു ഐലൻഡായ ഫറസ്മാത്തോടിലെത്തി കര അടുപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. രാത്രി സമയങ്ങളിൽ നമ്മുടെ ഈ ഒരു ഏരിയ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അങ്ങനെ ബോട്ട് ഇറങ്ങി നമ്മൾ ജോസാറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മളൊക്കെ കിട്ടിയ മീൻ നമ്മൾ നന്നാക്കി വെച്ച് അടുത്ത ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ലഞ്ചിന് കൂടാമെന്ന് വിചാരിച്ചിട്ട് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ സാറ്റർഡേയ്സ് പലരും സ്കൂളിൽ പോയിട്ട് എക്സ്ട്രാ വർക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പണി കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ രാത്രി തന്നെ അത് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അടുത്ത ദിവസം കുറച്ച് പണി കുറയുമല്ലോ എല്ലാവരോടും ഉള്ള സമയം. അപ്പോൾ എല്ലാവരോടും എന്താക്കിയത് വെട്ടി നമ്മുടെ ജോസാറാണ് അതിന് മെയിൻ ഇനിഷ്യേറ്റീവ് എടുത്ത ആൾ. അടുത്ത ദിവസം ഞാനും നോളി മിസ്സും കൂടെ അരിയൊക്കെ വാങ്ങി നമ്മൾ ജോസാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ മീൻ കറിയും, സാധാ നോർമൽ മീൻ കറിയും അതേപോലെ തന്നെ നമ്മുടെ തലക്കറിയും വെക്കാനുള്ള പ്ലാനിങ് ആണ്. അങ്ങനെ നമ്മുടെ പീസുകളൊക്കെ റെഡിയാണ്, തലക്കറിക്കുള്ള തലയും റെഡിയാണ്. അങ്ങനെ നിങ്ങൾ എത്ര പേര് തലക്കറി കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, കൂട്ടിയ ആൾക്കാർ കമൻറ്റ് ചെയ്യലോ. ഓക്കെ, അങ്ങനെ നമ്മൾ തലക്കറി വെക്കാനും അതേപോലെ തന്നെ നമ്മുടെ മീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം 2 അടുപ്പിലായിട്ട് നമ്മൾ കറി വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. രാവിലെ തന്നെ എല്ലാവരും വന്ന് അതിനോടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് ജോസാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും. നമ്മൾ കുറച്ചായി കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടി കഴിഞ്ഞപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓരോ ഉളത്തരങ്ങൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും ഒക്കെ അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂടാണ്, അതിൻ്റെ കൂടെ അടുപ്പിൽ ചൂടും ആയിക്കഴിഞ്ഞപ്പോൾ പറയുക വേണ്ട, അങ്ങനത്തെ ചൂടായിരുന്നു. അങ്ങനെ നമ്മുടെ തലക്കറി ആദ്യം റെഡിയായി. അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ മീൻകറിയും റെഡി, നമ്മുടെ പുളിയിട്ട നല്ല മീൻകറി. അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഉച്ചയ്ക്ക് വന്നു. നമ്മൾ
ചോറും നമ്മുടെ മീൻകറിയും, പിന്നെ ഞാനും വേറൊരു സാറും വെജായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും 2 പേരിൽ മാത്രം എന്താ സദ്യ എന്നുള്ളത്. അപ്പം നമ്മൾ 2 പേരും അന്ന് വെജായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും മീൻകറി കഴിക്കുന്നു, ചോറ് കഴിക്കുന്നു. നമ്മൾ ചെറിയ രീതിയിലുള്ള അവിടെ ഉണ്ടായിരുന്ന കറികളൊക്കെ വെച്ച് ചെറിയൊരു ഷോർട്ട് സദ്യ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതും കൂട്ടി എല്ലാവരും കഴിച്ചു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് വിളമ്പിയും ഒക്കെ ആ ഒരു ദിവസം പോയി എന്തായാലും അറിഞ്ഞില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബോട്ടിങ്ങും കാര്യങ്ങളും ഫിഷിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഓണം കൂടാൻ പറ്റുന്നതിൻ്റെ സങ്കടം ഇങ്ങനെ അങ്ങ് തീർത്തു ഈ പ്രാവശ്യം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.